ഇന്ന് ജന്മാഷ്ടമിയാണ്. സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മദിനം. വീട്ടിൽ രാവിലെ തന്നെ ചെറിയ രീതിയിൽ വിളക്കൊക്കെ വെച്ചിട്ട് വളരെ ചെറിയൊരു ആഘോഷം. അതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഉരുളിയും പാലൊഴിക്കണൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ. ഞങ്ങൾ ഇന്ന് വീട്ടിൽ പാൽപ്പായസം ഉണ്ടാക്കണ്ടേ. കുറച്ച് പാൽപ്പായസം കുടിക്കാണ്ട് എങ്ങനെയാണ് കണ്ണൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക അല്ലേ? ഒരാൾ പാലിളക്കുന്നു, സുമതി പാൽ തിളപ്പിക്കുന്നു, അംബുജാക്ഷൻ അണ്ടിപ്പരിപ്പ് ഉറക്കുന്നു. പാലുതള അണ്ടിപ്പരിപ്പ് പാലുതള കഴിഞ്ഞല്ലേ? ഓ വീർത്തല്ലോ, ഇതിരിക്കണാക്കിക്കോ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാലട മിക്സ് അതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വെതണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ചേർക്കാം. അപ്പോൾ നല്ല രസമായിരിക്കും. പാല് കണ്ടപ്പോൾ നിനക്ക് ദാഹം കൂടി തോന്നുന്നുണ്ടല്ലേ? അല്ലേ അല്ലേ? അത് എത്ര ദാഹം വരും പാല് കണ്ടാൽ? അപ്പം നീ വെള്ളം കുടിക്കും കുറച്ച് അല്ലേ? ആ ദാഹം മാറാൻ. തിളച്ചു തുടങ്ങി, പാല് തിളച്ചു. അപ്പോൾ നമ്മൾ പാലട മിക്സ് ചേർത്തു. ഇനി നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ ഇതൊരു 20-25 മിനിറ്റ് അങ്ങോട്ട് വേവിക്കാം. ഇന്നെന്താ ജന്മാഷ്ടമിയായിട്ട് കറി ദീപോ? നെല്ലിക്കച്ചാറുണ്ടാക്കില്ല? ശരി. പിന്നെ മതി. പപ്പടം വറക്കോ? എവിടെ നെല്ലിക്കച്ചാറമ്മ അവിടെ വെച്ചല്ലേ? ഇതിവിടെ മൂടി വെച്ചുള്ളതുകൊണ്ട് കണ്ടില്ല കേട്ടാ. വാവൂ, ഓ അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട്. നെല്ലിക്കച്ചാറ് കൂട്ടിയിട്ട് ഇപ്പോൾ കുറച്ചാളായി. എന്നും മാങ്ങയും നാരങ്ങ തന്നെ. അല്ല മാപ്പ, ഈ നെല്ലിക്ക എവിടെ നിന്ന് കിട്ടി? എന്ന് രണ്ട് പപ്പടം വെച്ച ദീപ. അധികം കറിയൊന്നുമില്ല, ആകെ അച്ചാറും തോരനും സാമ്പാറും പപ്പടം ഉണ്ടാവും. അപ്പോൾ 2 പപ്പടം വെക്കാം എന്തായാലും. സാമ്പാർ വെച്ചു മതി 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 മതി.
ദീപു അമ്മ ഇരിക്കില്ലേ? എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടാ. നല്ല ചൂടുണ്ട്. ചൂട് തണുക്കാനേ പപ്പടം ബെസ്റ്റാ. അപ്പോൾ നേദ്യം വെച്ച അവിടെ ഉണ്ട്. അത് പായസം നമ്മളായിട്ട് കുടിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കുടിച്ചാൽ പോരെ. എന്തായാലും നേദ്യം വെച്ച മുഴുവനാ. ഉണ്ണിക്കണ്ണനെ വെച്ചതും ഈ പായസം നിനക്കില്ലേ? എല്ലാവർക്കും ഒരുപോലെ കെട്ടണം കേട്ടാ. ഇരിക്കേ. അടിപൊളി സംഭവം കേട്ടോ. എൻ്റെ പൊണ്ണു മോളെ 3 കറി ഉണ്ടായിരുന്നു. 3 സൂപ്പറായിട്ടുണ്ട്. നേരത്തെ കൂട്ടിയതാണ്. സത്യത്തിലേ ഇന്ന് പായസം ഉണ്ടാക്കിയ 2 കാരണം ഉണ്ട്. ഒരു കാരണം കണ്ണൻ്റെ ബർത്ത്ഡേ ഉണ്ട്. പിന്നത്തെ കാരണം എന്താ അറിയോ? കുറേ നാളായി ദീപിൻ്റെ അമ്മാമ്മ പറയണം. ഞാൻ മുമ്പ് അമ്മാമ്മയുടെ ബർത്ത്ഡേക്ക് മുമ്പ് പായസം വെച്ചില്ലേ. അപ്പം അത് കാരണം ആളെന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, വിശപ്പ് അങ്ങോട്ട് മാറില്ല, ഇത് ചോറിട്ടമ്മ. കുറച്ചുകൂടി ഇട്ടോ, ഒരു പൊടി കൂടി ഇട്ടോ. നെല്ലിക്കച്ചാറില്ലേ? വേണ്ട, നെല്ലിക്കച്ചാറ് പപ്പടം മതി. മതി 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 ചാറ് മതി. ഒരു പപ്പടം അത് മാത്രം മതി. സൂപ്പറായിട്ട് ദീപ ഉൾപ്പെടണോ? കൈ മതിയില്ലേ? പിന്നെ അവസാനത്തെ പിടി നല്ല പുളി മതി മതി മതി. അയ്യോ, കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമായില്ല ഇതിൽ, അരിയൊന്നും ഇല്ലേ? മൊത്തം അണ്ടിപ്പരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ് അല്ലേ? ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് പായസമായി. അടിപൊളിയുണ്ട്. നല്ല അടിപൊളി പായസമായിട്ടല്ലോ അമ്മ. വേറൊരു ഗ്ലാസ് കൂടി ഉണ്ടല്ലോ, അത് കുടിച്ചാൽ പോരെ? പായസം വേണ്ടെങ്കിൽ എന്തിട്ടത്? പിന്നെ അതാരാ അപ്പുറത്തുള്ള ആരാ? അപ്പം പിന്നെ ആരാ? പിന്നെ ആരാ? ഇതാരാ? അത് അത് ഉമ്മ കൊടുക്കണ്ട, ഒരു ഉമ്മ കൊടുത്തേ ദീപുന്. ആ ദീപൻ്റെ ഇത് പുപ്പൂന്, ആദ്യം പുപ്പൂന് കുറച്ച് വയ്ക്കടി. ആ മതി മതി മതി. പുപ്പൂന് പായസം കുടിച്ചോ? അവൻ്റെ ഗ്ലാസ്സിൽ കുടിച്ചോ? ആ ആ ആ എങ്ങനെയുണ്ടാ? ഇഷ്ടമായ നിനക്ക്? ഇഷ്ടമായ? ഞങ്ങളുടെ കയ്യിൽ ക്യാമറ കണ്ടതോടെ ദീപുവിൻ്റെ അമ്മാമ്മയ്ക്ക് ചെറിയ പരിഭ്രമായി. അതുകൊണ്ട് സംസാരത്തിന് അല്പം ബലം പെടുത്തുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരാൾ യാതൊരു കൂസലും ഇല്ലാതെ എൻജോയ് ചെയ്തിട്ട് പാൽപ്പായസം കുടിക്കായിരുന്നു. ഇഷ്ടമായിട്ടാ അപ്പോ? ഇഷ്ടമായ? ഈ വീഡിയോ വരുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും, എന്നാലും എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും
ബൈ.